ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ മുഖം മനസ്സിൽ കൊണ്ടുവരിക, ഒന്ന് അവരെക്കുറിച്ച് ചിന്തിക്കുക, അവരുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് നമുക്ക് നോക്കാം മെസ്സേജ് എന്തൊക്കെയാണ് വരുന്നത് എന്ന്. ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയാണ്. അവർ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇമാജിൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്, നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണോ, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ കെയർ ചെയ്യുന്നത്. ഇവർ സ്വയം ഇത്രയും കെയർ ഇവരോട് കാണിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അത്രമാത്രം കെയറാണ് ഇവരോട് കാണിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ സ്വയം ഇവരെ ലക്കിയായിട്ട് കാണുന്നു. അതായത് നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ ഇവർക്ക് കിട്ടിയില്ല ജീവിതത്തിൽ, അത് കാരണം ഇവരെ തന്നെ ലക്കിയായിട്ട് ഇവർ കാണുന്നു. സമയം ഇങ്ങനെ ആലോചിച്ച് ഇവർ സ്വയം ഇവരെ തന്നെ പഴി പറയുന്നു. കാരണം ഞാൻ ഈ രീതിയിലുള്ള ഒരു ലൈഫ് പാർട്ട്ണറിനെ ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ടോ, ഞാൻ എന്തുമാത്രം അവരെ വേദനിപ്പിക്കുന്നു, എനിക്ക് ഡിസർവ് ആയിട്ടുള്ള ആളാണോ ആ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് ഇവരെ തന്നെ പഴിക്കുന്നു ചില സമയം ഇവർ. അപ്പോൾ ഇവർ സ്വയം ഇവരെ തന്നെ ബ്ലെയിം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണോ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഇരുന്നത്, അതേപോലെ ഇവരും ഡെഡിക്കേറ്റഡ് ആയിട്ടാണോ ഇരുന്നത്, അങ്ങനെ ഒരു ഡൗട്ട് ഇവർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഇവരെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു എനർജിയിൽ വരുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നത്. കാരണം ഇവർ ഇവരോട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ എൻ്റെ പേഴ്സൺ എനിക്ക് തന്ന അത്രയും സ്നേഹം തിരികെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവരുടെ മനസ്സിൽ വരുമ്പോഴാണ് ഇവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മ വരികയും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയും ചെയ്യുന്നത്. അങ്ങനെ ഓടി വന്ന് ഇവർ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് ഒരു പ്രശംസിക്കുന്നതാണ്. നിങ്ങളെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ച് തരുന്നതാണ്, ഇല്ല എങ്കിൽ ഇവരുടെ സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. കൂടാതെ ഹൃദയം കൊണ്ട് ഇവർ നിങ്ങളെ എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഇവർ നിങ്ങളോട് പറയുന്നതുമാണ്. ചിലപ്പോൾ ഇവർ ഉടനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നിട്ട് ഇവർ പാസ്റ്റിൽ നിങ്ങളെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടോ, ദുഃഖിപ്പിച്ചിട്ടുണ്ടോ അതിനെല്ലാം പരിഹാരമായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരികയോ നിങ്ങളോട് ഇവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയോ എന്തെങ്കിലും ഒരു കാര്യം ഇവർ നിങ്ങളോട് ചെയ്യുന്നതാണ്. അതായത് കഴിഞ്ഞു പോയ സമയത്ത് ഇവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അതെല്ലാം മറക്കുവാൻ വേണ്ടി സഡനായിട്ട് ഇവർ നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ടുള്ള വൈബാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ സ്നേഹത്തിലൂടെ ഈ ഒരു ബന്ധത്തിൽ പല ഗ്രോത്തും കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്നേഹത്തിൻ്റെ ഒരു കുറവുണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹത്തിലൂടെ ഈ ഒരു ബന്ധത്തിൽ കുറച്ചും കൂടെ ഗ്രോത്ത് ഉണ്ടാക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഇവരോട് കാണിച്ച ആ ഒരു സ്നേഹത്തിൻ്റെ പകുതി പോലും ഇവർ നിങ്ങളോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ സ്നേഹത്തിലൂടെ ഈ ഒരു ബന്ധത്തിൽ എന്ത് കുറവുണ്ടോ അതെല്ലാം നികത്തുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിന് വേണ്ടി ഇവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഇവർ ചെയ്യുന്നതായിട്ടും ആക്ഷൻ എടുക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ വൈബ്രേഷൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരുന്ന വൈബ്രേഷൻ അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വളരെയധികം സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനു വേണ്ടി ഏതറ്റം വരെ പോകുവാൻ ഇവർ തയ്യാറാണ്. ഇപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒത്തിരി മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. ഇത്രയും നാൾ ഇമ്മെച്യൂർ ബിഹേവിയറാണ് ഇവർ ചെയ്തിരുന്നത്. ഇവർ പാസ്റ്റിൽ എന്തൊക്കെ തെറ്റുകളാണോ നിങ്ങളോട് ചെയ്തത് അതെല്ലാം ഇനി മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലെല്ലാം നിങ്ങളോട് മാപ്പ് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഈ ഒരു ബന്ധത്തിന് വേണ്ടി കൂടുതൽ എഫേർട്ട് എടുത്തു, പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ഇവരുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായും എഫേർട്ട് എടുക്കുവാൻ പോകുകയാണ്. അതായത് ഇവർക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് അതെല്ലാം മനസ്സിലാക്കി ഇനി ഇവരുടേതായ എഫേർട്ട് ഇവർ എടുക്കാൻ പോകുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു എങ്കിൽ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ട്, ഇല്ല എങ്കിൽ ബിസിനസ്സിൽ എന്തോ ഗ്രോത്ത്, എന്തോ ക്യാഷ് ഇവർക്ക് കിട്ടിയതായിട്ടുള്ള ആ ഒരു എനർജി, ഇവർ ഇപ്പോൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണത്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ഇവർ ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. കാരണം ഇത്രയും നാൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടായിരുന്നു നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കാത്തത്. ഇപ്പോൾ സ്റ്റേബിൾ ആയതുകൊണ്ട് ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
കാരണം ഇവർ ഇപ്പോൾ ഒരു സ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷനിലായതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യാം. കൂടാതെ ഇപ്പോൾ ഇവർ കോഡിപ്പെൻഡൻ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇവരുടേതായ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇവർ ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇവർ ഇവരുടെ ഫാമിലിയുമായിട്ട് സംസാരിക്കുമ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി സമ്മതിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം അവർക്ക് പേടി ഇവർ ഇനി വീട് വിട്ട് പോകുമോ, രജിസ്റ്റർ മാരേജ് ചെയ്യുമോ, അങ്ങനെ പേടിച്ച് ഈ ഒരു ബന്ധത്തിന് ഫാമിലി സമ്മതിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, ചില ആൾക്കാരുടെ പേഴ്സണ് നിങ്ങളെ സംശയമുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു വ്യക്തിയെ ഇവർക്ക് സംശയമുണ്ട്. അത് ചിലപ്പോൾ ഫീമെയിൽ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ മെയിൽ പേഴ്സൺ ആയിരിക്കാം. അവർക്ക് നിങ്ങളുടെ പേഴ്സണ് അവരെ സംശയമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഓഫീസിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല അവരോട് നിങ്ങൾ സംസാരിക്കുന്നത്, ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല അവരുമായിട്ട് കൂട്ടുകൂടുന്നതോ ഒന്നും തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. ചിലപ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പൊസസീവ് ആകുന്നതായിരിക്കാം, ഇല്ല എങ്കിൽ അവരോടുള്ള ജലസി ആയിരിക്കാം. എന്തായാലും ഇവിടെ ഇങ്ങനൊരു സംശയത്തിൻ്റെ ആ ഒരു എനർജിയാണ് ഈ ഒരു ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നേരിട്ട് നിങ്ങളോട് ഈ കാര്യം പറയുന്നതാണ്, ഇവരോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് നേരിട്ട് പറയുന്നതാണ് നിങ്ങളോട്. നെക്സ്റ്റ് മെസ്സേജ്, കമ്മ്യൂണിറ്റി ഫാക്ടർ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ആൾക്കാർ, സമൂഹം, ജാതി, കൾച്ചർ, സ്റ്റാറ്റസ് അതൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് ഒന്നാവാൻ പറ്റാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, ആരും സമ്മതിച്ചില്ല എങ്കിലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ രജിസ്റ്റർ മാരേജ് ചെയ്യും എന്നാണ്. കാരണം നിങ്ങളെ ചിലപ്പോൾ അവരുടെ ഫാമിലി സ്വീകരിക്കത്തില്ല, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ഫാമിലി സ്വീകരിക്കത്തില്ല. ആ സമയം ഇവർക്ക് നിങ്ങളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് ആ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള മെസ്സേജും നിങ്ങൾക്ക് ഇവർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം നമ്മൾ തമ്മിൽ ഒന്നാവണമെങ്കിൽ രജിസ്റ്റർ മാരേജ് അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക, ഇവരും ഇവർക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. കാരണം ആരൊക്കെ എതിരെ നിന്നാലും നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രം മതി നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. ഇനി ഈ ഒരു റീഡിംഗ് കൂടുതലായിട്ട് റെസൊനേറ്റ് ആകുന്ന ആൽഫബറ്റ് ഏതെന്ന് നോക്കാം. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ആൽഫബറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ സർനെയിമോ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആൽഫബറ്റാണ് വരുന്നത് എന്ന് നോക്കാം. WHSQNVLK ഇത്രയും ആൽഫബറ്റാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററോ അല്ല എങ്കിൽ സർനെയിമോ ആയിരിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.